എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ നമ്മളുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ നമ്മളുടെയൊക്കെ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്ലേസ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ആപ്ലിക്കേഷൻ്റെയോ ഒന്നിൻ്റെയോ സഹായം വേണ്ട. അത് വേണ്ടാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ MB ഒന്നും നഷ്ടപ്പെടാതെ, അതുപോലെ തന്നെ മറ്റുള്ള ഒരു റിസ്ക്കും കൂടാതെ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ ഇത് ചെയ്യാനുള്ള ഒരു ട്രിക്കുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ആ റെഡ് ലെറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സൗജന്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം വരുന്ന ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാം നമുക്ക് എല്ലാവരുടെയും ഫോണിൽ ഗൂഗിൾ ഉണ്ടാവും. ആ ഗൂഗിൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ മുകളിലായിട്ട് റിമൂവ് VG എന്ന് പറയുന്ന ഒന്ന് സെർച്ച് ചെയ്യുക. റിമൂവ് VG എന്ന് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ആ ഒരു റിസൾട്ട് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ശകലം താമസം വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നെറ്റ്വർക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഓപ്ഷൻ ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് എ ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഒരു ഗ്രീൻ ലെറ്ററിൽ കാണാം. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആ ഒരു ഫോട്ടോ വേണം നിങ്ങളിവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ നിന്നും സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഫോട്ടോ തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പ്രോസസ്സിങ് ഫുള്ളാകുന്നുണ്ട്. ഒരു 100% ആകുമ്പോഴത്തേനും ഈ പ്രോസസ്സിങ് ഫുള്ളാകും. നമുക്കിപ്പോൾ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഫോട്ടോസും നമുക്ക് കാണാം. ഇത് നമ്മുടെ ഒറിജിനൽ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്ക് ഇതിൻ്റെ BGM ഇമേജും ഇപ്പോൾ തന്നെ ഓക്കെ ആവും. ഇവിടെ കാണാം ഇപ്പോൾ ഇത് PNG ആയിട്ട് ഈ ഒരു ഇമേജ് മാറിയിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷനും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗൂഗിളിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എല്ലാവരുടെയും ഫോണിൽ തന്നെ ഫോട്ടോ എഡിറ്ററോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാവരുടെയും ഫോണിൽ തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു സൗകര്യം ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിനായിട്ട് ഒരു ഫോട്ടോ എഡിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ലൈൻ ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലോട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗാലറി ആദ്യം സെലക്ട് ചെയ്യുക. ഗാലറി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഇതിനകത്ത് നിന്നും ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഷെയർ ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ലൈൻ ക്യാമറ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് ഈ ഒരു ഫോട്ടോ മൂവ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ തന്നെ ഫോണിൽ ഇത് ചെയ്യാൻ സാധിക്കും. ഫോണിൽ എഡിറ്റർ ഉണ്ടെങ്കിൽ ഫോണിൽ എഡിറ്റർ ഉള്ളവർക്ക് ആ ഫോണിലെ എഡിറ്ററിൽ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആ PNG ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്ന ഇമേജ് ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളല്ലാതെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ കിട്ടും. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് നമുക്കിത് പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എവിടെയാണോ അവിടെ കൊണ്ട് നിങ്ങൾക്കിത് വലുതാക്കിയോ ചെറുതാക്കിയോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിതിവിടെ പ്ലേസ് ചെയ്ത് വെക്കാൻ സാധിക്കും.
ഞാനിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുവാണ്. പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ താഴെ ഡൗൺലോഡ് ബട്ടൺ കാണാം. അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ നമുക്ക് ഫേസ്ബുക്കിലോട്ടോ ട്വിറ്ററിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോട്ടോ എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. മുകളിൽ ഡൺ കൊടുക്കുക. ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോസ് നമുക്ക് ഓൾറെഡി നമ്മുടെ ഫോണിലോട്ട് സേവ് ആയിട്ടുണ്ട്. ഞാനിതുപോലെ ചെയ്തിട്ടിരിക്കുന്ന 2-3 ഫോട്ടോസ് നിങ്ങളെ കാണിക്കാം. നമുക്കിതുപോലെ തന്നെ ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതുപോലെ മറ്റ് ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായം കൂടാതെ ഇതുപോലെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ചേഞ്ച് ചെയ്യാൻ വളരെ മനോഹരമായിട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.